ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് കുഞ്ഞൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷേ കൂടുതൽ ഇഷ്ടം കുട്ടികൾക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. റിച്ചിൻ്റെതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പും 2 ടീസ്പൂണുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ക്രീം എടുക്കണ പാത്രം നല്ല തണുപ്പുണ്ടാവണം കേട്ടോ. എന്നാലും എന്താ പറയുക, ക്രീം പെട്ടെന്ന് റെഡി ആയി കിട്ടുമേ. നമുക്കിത് ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പീഡ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഇത് വിപ്പ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഉണ്ടല്ലോ, കൊയിഞ്ഞാട്ടുന്നില്ലല്ലോ, താഴേക്ക് വീയരുത് കേട്ടോ. ആ ഒരു പരിവാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കേട്ടോ ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിലൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. മധുരം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയത് കൊക്കോ പൗഡർ. ഞാൻ അത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കണേ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ്, അതുകൊണ്ടാണ് കേട്ടോ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ക്രീം എന്താ പറയുക താന്നു പോവേ. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിന് കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ക്രീമിൽ ഞാൻ കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോട്ടിൽ ആക്കിയെടുക്കാം. ഞാൻ അത് ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇട്ടത്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ എന്താ, ഞാൻ ഈ ബോട്ടിൽ മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനല്ലേ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് കവർ ചെയ്യണ്ട കേട്ടോ. ഒരു എന്താ പറയുക, നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിന് നല്ല ടൈറ്റ് ഉണ്ട്, എന്നാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഫുൾ കവറൊക്കെ ചെയ്ത് നല്ല പാക്കൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്ത്. ഇനി എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഒരു 1/4 കപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ അതിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ മറ്റതുപോലെ നമുക്ക് കവർ ചെയ്ത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഞാൻ ഒരു നൈറ്റ് മുഴുവൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ കിട്ടുള്ളൂ. ഇനി ഇത് സെറ്റ് ആയതിൻ്റെ ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതാ ഒരു രാത്രി മുഴുവനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.
കണ്ടില്ല, ഇത് നമ്മൾ രണ്ടാമത് നിറച്ച് വെച്ചില്ലേ ആ പാത്രത്തിലേതാണ് നമ്മൾ ഫസ്റ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കാം. കണ്ടില്ലേ, നല്ലതായിട്ട് സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഇതിലെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ സ്കൂപ്പ് നമ്മളില്ലാതെ നനച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്, അടിപൊളിയായിട്ട് കിട്ടും. ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് എന്താണ് പറയുക, എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടോ. ഇത് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഓപ്ഷനാണ്, ഞാനൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ, പൊള്ളി ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ. കുട്ടികൾക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവും. പക്ഷേ അതിനെക്കാട്ടിൽ ഒരുപടി മുന്നിൽ കുട്ടികൾക്കല്ലേ ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കല്ലേ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.